ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ താങ്കളുടെ പ്രവേശനം പ്രത്യേകിച്ച് നിലയിൽ പെട്ടെന്ന് സാധ്യമാവില്ല എന്ന് പറയുന്നത് എങ്ങനെ UDF ജയിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുകയും ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രചരണം നടത്താൻ കഴിയും? ഒരുമിച്ചാണോ? നിരുപാധിക പിന്തുണ എന്ന് പറഞ്ഞല്ലോ. നിരുപാധിക ഇനിയിപ്പോൾ UDFിൻ്റെ പ്രചരണ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ എന്നെ വിളിക്കൂലെങ്കിൽ ഞാനൊരു മൈക്കും കെട്ടി നടക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ റിക്വസ്റ്റ്. മൂന്നാമത് വന്നാലും നാലാമത് വന്നാലും ഒക്കെ റിക്വസ്റ്റാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വോട്ടിന് ജയിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഈ മലയോര കർഷക മേഖലയിലെ ഒരു വ്യക്തി എന്ന നിലക്ക്, ക്രൈസ്തവ സമുദായത്തിലൊരു മെമ്പർ എന്ന നിലക്ക് ജോയിയാണ്. അത് യാതൊരു തർക്കവും എനിക്കില്ല. 30,000-ൽ കുറയാത്ത വോട്ടിന് ജോയിക്ക് ഇവിടെ വിജയിച്ച് കയറാനുള്ള രാഷ്ട്രീയ ചുറ്റുപാട് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിലെ വോട്ടിനെ സ്വാധീനിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകളുണ്ട്. ആ സാമൂഹിക ചുറ്റുപാട് കൂടി അനുകൂലം നിൽക്കുന്നത് ആർക്കാണ്? ജോയിക്കാണ്. രാഷ്ട്രീയ ചുറ്റുപാട് എല്ലാവർക്കും അനുകൂലമാണ്, പക്ഷേ അതിന് ഉതകുന്ന ഒരു സാമൂഹിക ചുറ്റുപാടുണ്ട്. ആ ചുറ്റുപാടിലെ മുഴുവൻ വോട്ടും ക്യാപ്ചർ ചെയ്യാൻ ഇന്ന് ജോയിക്കേ സാധിക്കൂ. അത്രേ ഞാൻ പറഞ്ഞു. ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് UDFിന്റെ കോട്ടയാണെങ്കിൽ പോലും LDFിന് കൃത്യമായ വോട്ടുള്ള ഫിക്സഡ് വോട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ LDF വോട്ട് പ്ലസ് താങ്കളുടെ പൊതുസമിതിയിലുള്ള വോട്ടും കൂടി വിചാരിച്ചാണ് വിജയിച്ചത്. ഇത്തവണയും CPM വരുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ്. അതായത് സ്വതന്ത്രമാരുടെ പരീക്ഷണം താങ്കൾ ആ പിന്മാറിയെങ്കിലും CPM ഉപേക്ഷിച്ചിട്ടില്ല. ഒരു സ്വതന്ത്ര കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും LDFിന്റെ സാധ്യത? ഇവിടെ എനിക്ക് പറയാനുള്ള രാഷ്ട്രീയമുണ്ട്. ഇന്ന് കേരളത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം നിങ്ങളൊന്ന് മനസ്സൊന്ന് വിശാലമാക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ചേലക്കര തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഞാൻ പിന്തുണ നൽകി, വയനാട്ടിൽ പിന്തുണ നൽകി, ചേലക്കരയിൽ കണ്ടസ്റ്റ് ചെയ്തു. 3920 വോട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ A ക്ലാസ് 12 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ചേലക്കര. ആ ചേലക്കരയിൽ ഒരു ബന്ധമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. അന്ന് DMK രൂപീകരിക്കുമ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളത് ആകെ 12 ആളാണ് ആ ഗ്രൂപ്പുകളിൽ മെമ്പറായിട്ടുള്ളത്. അവിടെ പോയി ആ എന്താ പറയുക കരിമ്പാറയിൽ നടത്തിയ തിരഞ്ഞെടുപ്പാണ്. 9 പഞ്ചായത്തിൽ 18 മന്ത്രിമാർക്ക് ചാർജാണ് ഈ 2 മന്ത്രിമാർ വെച്ചിട്ട്. ഒരു വാർഡിനൊരു MLAക്ക് ചാർജായിരുന്നു. കാരണം അവർക്കറിയാം പാലക്കാട് കിട്ടാൻ പോകുന്നില്ല, വയനാടും ഇല്ല. അവർ പാർട്ടി ആദ്യം മനസ്സിലാക്കിയ കാര്യമാണ്. 3-ാം സ്ഥാനം നിലനിർത്തുക, അതിൽ വോട്ട് കുറയുക എന്നായിരുന്നു പാലക്കാടേക്ക് അവരുടെ സ്ട്രാറ്റജി. അവരുടെ മുഴുവൻ CPMൻ്റെ LDFിൻ്റെ സംവിധാനം ക്യാമ്പ് ചെയ്തിരുന്നത് ഈ ചേലക്കരയാണ്. അവിടെ 10 ആളെയും കൊണ്ട് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയിട്ട് ആ വോട്ട് 33 അനൗൺസ്മെൻറ്റ് വണ്ടികളുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്ത പിണറായിസത്തിനെതിരെയുള്ള റെക്കോർഡറായിരുന്നു. 5 മിനിറ്റിൻ്റെ, 10 മിനിറ്റിൻ്റെ, 20 മിനിറ്റിൻ്റെ, അരമണിക്കൂറിൻ്റെ ആളുകളുടെ അങ്ങാടികളിൽ എങ്ങനെയാണ് വണ്ടി നിർത്തി ആളുകളെ എത്തിക്കാം, ആ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തിരുന്നു. അതിൻ്റെ വലിയ റിഫ്ലക്ഷൻ അവിടെ ഉണ്ടായി ഉറപ്പല്ലേ? അപ്പോൾ ആ 4000 വോട്ട് ഈ പിണറായിസത്തിനെതിരെയുള്ള വോട്ട് തന്നെയാണ് 39,600-ൽ നിന്ന് 12,000-ലേക്ക് വന്നത്. ഇവരാരും പുറത്തു കാണൂല ഈ ജനങ്ങളെ. ഇവരെ കാണുന്ന ഒരു ഘട്ടം വരണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയണം. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ മനുഷ്യർ ഈ പറഞ്ഞ കാര്യങ്ങൾ, PV അൻവർ ഈ സമൂഹത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ക്ലിയർ ആക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പറഞ്ഞ 4 കാര്യത്തിൽ. ഈ കാട്ടുകള്ളനാണ് ഈ ADGP അജിത് കുമാർ എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഡോക്യുമെൻ്റ് കൊടുത്തു. അദ്ദേഹം ഫ്ലാറ്റ് വാങ്ങിയതും വിറ്റിയതും ബിൽഡിംഗ് വാങ്ങിയതും അതിനെ മറച്ചു വെച്ചുകൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു. ആ വിജിലൻസ് റിപ്പോർട്ട് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ മടക്കി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പം ഈ വിഷയങ്ങൾ ജനങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ 2019-ൽ UDFിനുണ്ടായ നിയമസഭാ മണ്ഡലങ്ങളിൽ 123 മുന്നേറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു 125 സീറ്റിലേക്ക് കേരളത്തിലെ UDF കയറി വരും, ഒരു തർക്കവുമില്ല. UDF അതിൻ്റെ ലീഡർഷിപ്പ് നല്ല രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ പിണറായിസത്തിനെതിരെ ഫൈറ്റ് ചെയ്താൽ വരാൻ പോകുന്ന ചിത്രത. UDFിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്നു, പ്രതിപക്ഷ നേതാവിനോട് കോംപ്രമൈസിന് തയ്യാറാവുന്നു. അവിടെയും ആര്യാടൻ ഷൗക്കത്തിനോട് ഒരു സന്ധി ഇല്ലല്ലോ. അതിലും വലിയൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുള്ളത് കൊണ്ടാണ്.
അത് ഒരു സന്ധിയില്ലായ്മയില്ല, ഞാൻ പറഞ്ഞതിൽ ഒരു അഭിപ്രായം പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അങ്ങനെ ആക്കില്ല. നിങ്ങളിപ്പോൾ മലപ്പുറത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ജില്ലയിലെ പ്രധാന പത്രപ്രവർത്തകരാണല്ലോ. ഇവിടെ നിലമ്പൂരിലെ പത്രപ്രവർത്തകർ ഇരിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങളെ സുഹൃത്തുക്കളുമാണ്. നിങ്ങൾ അവരോടൊക്കെ ഒന്ന് സ്വകാര്യത്തിൽ ചോദിച്ചു നോക്കുക എന്താ അഭിപ്രായം. അൻവർ പറഞ്ഞ അഭിപ്രായത്തിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. ഇല്ലല്ല, ഒരാളും ബന്ധപ്പെട്ടില്ല. ഇന്നലെ ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ. താങ്കൾ പേര് പറഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ താങ്കൾക്കെതിരെ VSP നടത്തിയ ചില പരാമർശങ്ങളും താങ്കൾ VSPക്കെതിരെ നടത്തിയ ചില തമാശ രൂപത്തിലുള്ള അവഹേളന പരാമർശവും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആളുകൾക്ക് നല്ല ഹരമല്ല കേൾക്കാൻ, ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ ഹരമല്ല. ഇതിപ്പോൾ എൻജോയ് ചെയ്ത് ദിസ് ഈസ് വാട്ട് പൊളിറ്റിക്സ് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ്. ആ എൻജോയ്മെന്റ് നടക്കട്ടെ എന്ന്. അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറാണിപ്പോൾ. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാവുകയും അത് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്ന ഒരു തൃണമൂൽ കോൺഗ്രസ് ആവുകയും ചെയ്തത് തൃണമൂൽ കോൺഗ്രസിന്റെ നയത്തിന് എതിരായ ആയിരിക്കും. ഒരിക്കലും ആവില്ല. എന്നോട് ഈ പറയുന്ന ഈ വിഷയം സംസാരിച്ചാണ്. കാരണം കേരളത്തിൽ ഈ ഒരു പ്രതിസന്ധിയില്ല. ദീദി എന്നോട് പറഞ്ഞത് അവർക്ക് കോൺഗ്രസുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും CPM കൂട്ടിച്ചേർത്തിട്ടാണ് എന്താ പറയുക ഒരു ചർച്ചയ്ക്ക് വന്നത്. CPM ഒരു വിഭാഗം അവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPയുമായി ചേർന്ന് നിന്നിട്ടാണ് ഇവരെ തോൽപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPM ഫൈറ്റിനെതിരെ കോൺഗ്രസിനോട് യോജിക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ശക്തമായിട്ട് നിങ്ങൾ നിന്നോളൂ. ഈ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവർ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പ് നിലമ്പൂരിൽ വരും. പിന്നെ അവിടെ എവിടെ പ്രശ്നം? അത് പിന്നെ ഊതി ഉറപ്പിച്ച് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പിന്തുണ കൊടുക്കും? എന്തായിരുന്നു? എൻ്റെ പിന്തുണയെക്കുറിച്ചല്ലല്ലോ പറയണത്. ഞാനിപ്പോൾ പറയും UDF ആരെ നിർത്തിയാലും ഞാൻ പിന്തുണ കൊടുക്കാൻ നടക്കില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കും ചെയ്യും. ഞാൻ ജനങ്ങളുടെ മൈൻഡ് സെറ്റാണ് പറഞ്ഞത്. ഇവിടുത്തെ രാഷ്ട്രീയത്തിനപ്പുറം ഈ നാട് നേരിടുന്ന സാമൂഹിക പ്രശ്നം കൂടിയുണ്ട്. അത് വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ മലയോര മേഖലയിലാണ്. ആ മലയോര മേഖലയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ക്രൈസ്തവരാണെന്നുള്ള ഉമ്മറിനടക്കം അറിയാം. നമ്മൾ ഈ നാട്ടിലാണല്ലോ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കൊരു റെപ്രസെൻറ്റേഷൻ ഈ വിഷയത്തിലുണ്ടാകണം. സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സമുദായം ഡെസ്പാണ്, എനിക്കറിയാം, നമുക്കൊക്കെ അറിയുന്നതാണ്. കാരണം ആരും അവർ നോക്കാനില്ല, അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് ആരില്ല. അവർക്ക് MLA കുറവാണ്. 73 MLA ഈ പറയുന്ന കാസർഗോഡ് ടു തൃശ്ശൂർ, നമ്മളെ ഈ മലബാർ സെക്ടറിൽ 7, 2 ആളാണ് കോൺഗ്രസ് എന്നുള്ളത്. CPM എന്നുള്ളത് 3 ആൾ, 5 73 5ആണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വിഷയം മലബാറിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മലയോരം തന്നെയാണ്. അല്ലല്ല, പലപ്പോഴും നിങ്ങൾക്കറിയാതെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു MLA വേണമെന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സംസാരിച്ചാണല്ലോ കോൺഗ്രസ്സായിട്ട്. എന്താ പറയുക, നമ്മുടെ കൽപ്പറ്റ സീറ്റ് അവർക്ക് കൊടുക്കണമെന്ന് വലിയ വാശിയും സംസാരമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഡെസ്പാണ്. ആ കമ്മ്യൂണിറ്റിയെയും ആ മലയോര മേഖലയിലെ ജനങ്ങളെയും ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പം അവർക്കും ഒരു ആത്മവിശ്വാസം വേണം. അവരോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നം കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരാളുണ്ടാകണം എന്ന് സ്വാഭാവികമല്ലേ? നമ്മളാണെങ്കിൽ ആഗ്രഹിക്കില്ലേ? ആ മലയോര മേഖലയിൽ നമ്മളാണെങ്കിൽ അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ജോയിൻ്റെ കാര്യം അതിനി തീരുമാനിക്കേണ്ടത് UDF ലീഡർഷിപ്പാണ്. ഇല്ല, രാഷ്ട്രീയമൊന്നുമില്ല. അത് ജനങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയത്തിലേ ഉള്ളൂ. അത് അദ്ദേഹത്തോട് അന്ന് ആ 4ാം ഷിഫ്റ്റ് ഉദ്ഘാടന സമയത്ത് ഒരു റിക്വസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് അത് ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ആ മെഷീന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാരോ ഇല്ല മാപ്പ് വയ്ക്കാനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ അത് പറഞ്ഞല്ലോ. അല്ല കുഴപ്പമില്ലാന്ന്. ഏതാ എനിക്കൊന്നൊരു 2.5 months അത്രേ ഉള്ളൂ. ആ മീറ്റിംഗ് ഡേറ്റ് വേണമെങ്കിൽ തരാം, നോക്കിയാൽ കിട്ടും. ആരെയും പിന്നെ കണ്ടിട്ടില്ല, പ്രവർത്തകരൊക്കെ വിളിക്കുന്നുണ്ട്. എൻ്റെ ഫോണിൽ വിളിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പേടിയാണ്. ആളുകളടുത്ത് മെസ്സേജ് വിടും, അൻവറാക്കാനോട് അന്വേഷിച്ച് പറയണമെന്ന്. ഫോണിൽ വിളിക്കാൻ പേടിച്ചിട്ടോ, അല്ലാതൊന്നുമല്ല.
പ്രവർത്തകർ പിന്നെ ബന്ധപ്പെടുന്നുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ആകത്തുക അതാണല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.